ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് നോമ്പിന് തൊട്ട് മുമ്പുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. ഇന്ന് എനിക്ക് കിച്ചണിലേക്ക് കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, നോമ്പിന് മറ്റുള്ള ദിവസം പോലെയല്ല, നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് വരും. അപ്പം അത് വെക്കാനുള്ള ഒരു സൗകര്യമൊക്കെ കണ്ടെത്തണ്ട. അങ്ങനെ ഇതാ ഞാൻ സ്റ്റോർ റൂമിൻ്റെ അരുവിലായിട്ട് ഒരു ചാക്കി പിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും നോമ്പിന് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ളത് ഇതാണ്. അപ്പോൾ കൂടുതലായിട്ട് വേണം. ഞാൻ എന്ത് ചെയ്തേ, ചാക്കി പിരിച്ചു കൊടുത്തിട്ട് അതിൽ വെക്കാമെന്നാണ് ഇങ്ങനെ വിചാരിക്കുന്നത്. തൽക്കാലം നോമ്പ് കഴിഞ്ഞത് വരികയാണ്. നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചാക്കിലെല്ലാം എടുത്ത് വെക്കും. ഞാൻ പിന്നെ ഉള്ളിയൊക്കെ ഒരു പാത്രത്തിലാണ് വെക്കാറ്. ഇത് പിന്നെ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കയ്യിൽ കുറച്ച് ഉള്ളി ബാക്കിയുണ്ടേനും അതിപ്പോൾ ഞാൻ അവിടെ തൽക്കാലം വെക്കുന്നുണ്ട്. ബാക്കി പിന്നെ അതിന് കൊണ്ടുവന്നിട്ടാകുമ്പോൾ വെക്കും. അത് ഇൻഷാല്ലാ അതെല്ലാം അടുത്ത വീഡിയോയിലായിരിക്കും. ഇനി അടുത്ത ഒരുക്കം നമ്മൾ ഫ്രിഡ്ജാണല്ലേ. ഫ്രിഡ്ജിൽ എന്തായാലും കുറേ സാധനങ്ങൾ കയറ്റാനുണ്ടാവും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഞാൻ അതിൻ്റെ ഉള്ളും അകമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ്, നമ്മൾ മാത്രമൊന്നുമല്ല കേട്ടോ. അത് പിന്നെ അങ്ങനെ തന്നെയല്ല അല്ലേ. ഒരുപാട് സാധനങ്ങൾ എന്തായാലും കിട്ടിക്കൊണ്ടുവരും. അപ്പം വരുന്നതിൻ്റെ മുമ്പായിട്ട് ഇതെല്ലാം ഒരുക്കി വെച്ചാൽ നമുക്ക് ഈസി അല്ലേ. എല്ലാം പെട്ടെന്ന് തന്നെ എടുത്ത് വെക്കാലോ. ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോക്സും റാക്കൊക്കെ അഴിച്ചു വെച്ചിട്ട് അത് അടിപൊളിയായിട്ട് ക്ലീനാക്കി എടുത്തിട്ട് ഞാൻ വെയിലത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാണിക്കാം. അതിന് മുമ്പായിട്ട് ഇതാ എൻ്റെ ഈ ഒരു പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന ഈ ഒരു ഗ്ലാസ് ജാർ ഉണ്ടല്ലോ, അത് ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. ഈ വൈറ്റായുണ്ട് പെട്ടെന്ന് പൊടി പിടിക്കും. അപ്പോൾ അതിനെ നല്ല വൃത്തിയാക്കി കൊടുത്താൽ കുറച്ചും കൂടി നല്ലോണം അത് തിളങ്ങി വെക്കും. അപ്പോൾ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, 2-3 അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ പൊടികളൊക്കെ ഉണ്ട്. ബാക്കിയുള്ളതാണ് ഞാനിപ്പം കഴുകിയെടുക്കാൻ പോകുന്നത്. അങ്ങനെ ഇതാ ഓരോന്ന് കഴിക്കുന്നതിനും ഞാനിതാ കൈയോടെ തന്നെ മുറ്റത്ത് കൊണ്ടുവെക്കുന്നുണ്ട് വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട്. നല്ല വെയിലാണ് കേട്ടോ. ചുട്ടുപൊള്ളുന്ന വെയിൽ ഇന്നലെ കേട്ടിട്ടില്ലേ, അമ്മാതിരി വെയിലാണ്. പിന്നെ ഇതൊക്കെ ഉണങ്ങി കിട്ടുന്നത് വരെ അടുക്കള ഭാഗത്ത് തന്നെ നിൽക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല, നായുണ്ട് വല്ലാണ്ടൊരു കളിയാണ്. അതിലോട്ട പായും ഇതിലോട്ട പോയും പിന്നെ അടുത്തത് ഇപ്പുറത്തോട്ട് ഓടും. അങ്ങനെയെല്ലാം തന്നെയാണ്. അപ്പം പിന്നെ അവരത് നക്കയറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും പേടിച്ചിട്ട് ഞാനെൻ്റെ എന്തായാലും അത് ഉണങ്ങി കിട്ടുന്നവരെ അടുക്കള ഭാഗത്ത് തന്നെ നിൽക്കും. എന്തായാലും കുറച്ച് പണി ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ അങ്ങനെ ഇതാ ഈ ഒരു ഗ്ലാസ് ജാറും കൂടി കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ മുളുവിന മദ്രസയിലേക്ക് പോയിനേനും മറ്റേ മുളുവിന സ്കൂളിൽ ലീവുള്ള ദിവസമായതുകൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവർക്ക് പിന്നെ ഇങ്ങനത്തെ ഒന്നും ചിന്തിക്കാനൊന്നും ഇല്ലല്ലോ. അവർക്ക് അറിയാമല്ലോ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുകയുണ്ട്. അപ്പം ഞാനും വിചാരിച്ച ആടെ കിടന്ന് ഉറങ്ങിട്ട് എന്ന്. ഇനി ഇവിടെയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കാനുണ്ട്. ഒരു ക്ലീനിങ് സ്പ്രേ വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാനൊരു കാര്യം പറയട്ടെ. ഈ സത്യം പറഞ്ഞാൽ ക്ലീനിങ്ങിൻ്റെ പരിപാടിയിൽ വെരി ഈസിയാണ് കേട്ടോ. നല്ല സുഖമാണ്. പക്ഷെ നമുക്ക് എല്ലാം തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടൊന്നല്ല. ഒരു ചെറുതായിട്ട് ആദ്യം ഒരു പുകച്ചിലുണ്ടാവില്ലേ ഒരുങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. സത്യം പറയില്ല, ഞാനെങ്ങനെയാന്ന് കേട്ടാ അത് നിർത്താൻ തോന്നൂല. പിന്നെ ഒരേ ഒരു എന്താ പറയുക, ഒരു എടുത്താൽ തീരില്ല എന്നല്ല, നമുക്ക് അതിൻ്റെ കൂടെ ഒരു മടുപ്പ് വരുന്നില്ല. അതെന്താണെന്നറിയില്ല. മാഷാ അല്ലാ, നല്ലൊരു സുഖമുള്ളൊരു പരിപാടിയല്ലേ. എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ രാവിലെ തന്നെ തുടങ്ങണം. രാവിലത്തെ എൻ്റെ ആ ഒരു മൈൻഡ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എനിക്ക് അന്നത്തെ ദിവസം ഒന്നും തിരിയില്ല. അല്ലെങ്കിൽ പിന്നെ രാവിലത്തെ ആ ഒരു നെഗറ്റീവായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് സമയം കിടന്ന് ഉറങ്ങണം, എന്നാലേ ശരിയാകും. അതുകൊണ്ട് ഞാൻ രാവിലെ കൂടുതൽ പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കാനും ഫോൺ നോക്കാനും ഒന്നിനും നിൽക്കില്ല. രാവിലെ എണീറ്റിട്ട് തന്നെ തുടങ്ങും ഓരോ പണിയും. രാവിലെ തന്നെ എടുത്ത് തീർക്കണം. എനിക്ക് അങ്ങനെയാണ് കേട്ടാ. എല്ലാവർക്കും അങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നു.
അതേപോലെ തന്നെ വീട്ടിൻ്റെ അകത്തുള്ള സാധനങ്ങളോടായാലും പുറത്തുള്ള ചെടികളോടായാലും ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണല്ലേ. സത്യം പറയാലോ, അതിനെ ഇങ്ങനെ തൊട്ട് തലോടുമ്പോഴും അറിയാണ്ടൊരു ഇഷ്ടം അതിനോട് വരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റ് ആക്കണം. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതിനിങ്ങനെ നോക്കിയിരിക്കാൻ, അതിനായി ഒരു ഭംഗി ആസ്വദിക്കാനെല്ലാം ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ്. അങ്ങനെ ഇതാ മുറ്റത്ത് കഴുകി വെച്ചിട്ടുള്ള ആ ഒരു പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഇതിനകത്ത് കൊണ്ടുവെക്കാനുണ്ട്. പിന്നെ അപ്പോഴേക്ക് ഞാനിതാ മാറ്റി റെഡിയായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അവയൊക്കെ ഇട്ട ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്, അല്ലാ ഞാൻ കഴുകി വെച്ച പാത്രങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ലല്ലോ. എന്തായാലും ഇപ്പം തന്നെ ഏകദേശം ഒരു 4:30 മണിയായി. എന്തായാലും രാത്രി ആകാണ്ട് എന്തായാലും വീട്ടിലെത്തൂല. പിന്നെ എടുത്തെന്തായാലും നമ്മൾ വെക്കും, പക്ഷെ നമ്മളെ മറവിയല്ലേ വലിയൊരു പ്രശ്നം. അപ്പോൾ അന്നേരമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എന്നിട്ട് ഞാൻ മോളോട് പറഞ്ഞു, അല്ലാ ഇതൊന്നും എടുത്ത് വെച്ചിട്ടില്ല ബാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടി വന്നതാണ്. അപ്പോഴേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിനേനു. അപ്പോൾ ഓർമ്മ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്താ പറയുക, അപ്പോഴൊക്കെ നായെല്ലാം തൊട്ട് അലാക്കാക്കിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ കാവലിരിക്കുകയായിരുന്നു, നായ തൊട്ട് അലാക്കാക്കും വിചാരിച്ച്. അങ്ങനെ ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിതാ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. ഇപ്പം പിന്നെ ഏകദേശം ഡ്രൈവിങ്ങിലല്ലേ ഏലായല്ല, നെസ്റ്റോയിലാണ് പോകുന്നത്, നമ്മളെ താഴെ ചുവക്കുള്ള. അങ്ങനെ ഇന്ന് പോകാനുള്ളത് കൊണ്ട് രാവിലെ എണീറ്റ പാടെ തന്നെ രാവിലത്തെ കത്തലിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ പാടി ഞാനൊന്ന് എൻ്റെ കാറൊന്ന് നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അകത്തുള്ള ആ ഒരു പൊടി അത് ഇതൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അതിൻ്റെ ചെറിയൊരു ഭാഗം എടുത്ത് വെച്ചായിരുന്നു. എല്ലാവരും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ നോമ്പിൻ്റെ. ഇനിയിപ്പം നാളെ മറ്റന്നാളെല്ലാം നോമ്പായില്ലേ. പിന്നെ ഡ്രൈവിങ് പഠിച്ചാലുള്ള ഒരു ഗുണം തന്നെയാണ് കേട്ടാ, നമുക്ക് ഏത് സമയത്തും പോവും വരൊക്കെ ചെയ്യാം. പിന്നെന്ന് വെച്ചാൽ ബസ്സിന് ഇങ്ങനെ കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതൊക്കെ ഭ്രാന്ത് പിടിക്കലാണ്. ബസ്സിന് കാത്തിക്കാൻ തന്നെ 1 മണിക്കൂർ അതിന് തന്നെ വേണം. എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ പിന്നെ ബസ്സിനൊന്നും കാത്തിക്കാൻ നിൽക്കാറില്ല. വേഗം പിന്നെ അടുത്ത ബസ്സിൽ കയറിയിട്ട് പിന്നെ ഇങ്ങോട്ട് നാട്ടിലേക്കുള്ള ബസ്സിനൊക്കെ വരും. അങ്ങനെയല്ലാണ്. പിന്നെ ഡ്രൈവിങ് അറിയെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതാണ് ഞാൻ എങ്ങനെയെങ്കിലായിട്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചത്. പിന്നെ ഭ്രാന്ത് പിടിക്കലാണ്. എവിടെയെങ്കിലും പോകാനും വരാനൊന്നും പറ്റുന്നില്ല. പിന്നെ എന്താണ് കൂടെ കാർണറോ വൈഫും ഉണ്ട് കേട്ടോ. അവളും കാർ എടുക്കുന്ന തന്നെയാണ്. അവളത് പിന്നെ പകുതിക്ക് വെച്ചിട്ട് നമ്മൾ രണ്ടാളും ഒരുമിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ എന്താ പറയാനുള്ളത്?